കുഴപ്പമാണല്ലോ. ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, ഇതുപോലത്തെ കേസായിട്ടും കിടന്ന് ഉറങ്ങുന്നതിന്. നീ ആ താക്കോലി മേടിച്ച് നന്നായി, അല്ലെങ്കിൽ ചെറുക്കൻ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയാണ്. ഇവനെയും കൊന്നാലോ? വേണ്ട വേണ്ട, ഇരി. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താടാ, സുഖമായിട്ട് ഉറങ്ങിയോ? ചെറുതായിട്ട്. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, കൊതുകൊക്കെ ഉണ്ട്, കടിച്ചില്ലല്ലോ അല്ലേ? കാശ് കൊണ്ടുവരാന്ന് പറഞ്ഞ നിന്റെ കൂട്ടുകാരോടാ. സാറേ, അവരെ ഞാൻ വിളിച്ചു, അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓനെ എന്നാന്നറിയാവോ, ഇങ്ങനത്തെ കേസൊക്കെ ഉള്ളപ്പം എന്നെ കൂട്ടുകാരാന്ന് പറഞ്ഞാലും പൊക്കളയും. മോൻ്റെ അക്കൗണ്ടിൽ ഇപ്പം എത്ര പൈസ കിടപ്പുണ്ട്? ഒരു 2 രൂപ അടുപ്പിച്ച് കാണും. 2 രൂപയുണ്ട്. ഈ അകത്ത് കിടക്കുന്ന പെണ്ണിൻ്റെ അമ്മാവനുണ്ട്, ഹർപ്രീത് സിംഗ്. അയാളുടെ അക്കൗണ്ട് നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതൊന്ന് എഴുതിയെടുത്തേ, മോൻ്റെ ബാങ്കിൻ്റെ ഇതെടുത്തിട്ട് അതിനകത്തോട്ട് ഇപ്പം ഉള്ള എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എടുത്തോ. സാറേ ജോർജേ, 02 ഞാൻ സ്വാമിയല്ല കേട്ടോ. സാറേ, പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. അവളൊന്നും കഴിച്ചിട്ടില്ലെന്ന്. കഴിക്കണ്ട, അല്ല ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. അവളൊന്നും കഴിച്ചിട്ടില്ല. ആരും ചോദിച്ചാൽ കഴിച്ചെന്ന് പറഞ്ഞാൽ മതി. നീ ആരുടെ അക്കൗണ്ട് നമ്പർ അവന് കൊടുത്തേ? ഞാൻ ആ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന സേട്ടിൻ്റെ അക്കൗണ്ടാണ് കൊടുത്തേക്കുന്നത്. അതാവുമ്പോൾ സേഫാ, നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ചെന്ന് ചോദിച്ചാൽ മതി. ഇവൻ്റെ 6, മറ്റ് 3 പേരുടെ 3 ചേർത്ത് 9, അപ്പോൾ 15. ഇപ്പോഴത്തെയും പോലെ പപ്പാതി. അതാ ഏത്തിന്ന് പിള്ളേർ കാറിൻ്റെ കുറച്ചെടുക്കുന്ന പൈസയാ. അത്രയും തന്നെ കിട്ടുമോന്ന് അറിയത്തില്ല. എന്നാ കിട്ടുന്നു അത് എപ്പോഴത്തെയും പോലെ പപ്പാതി. പിന്നെ ആ ഡെലിവറിക്ക് വരുന്ന പയ്യൻ്റെ കയ്യിൽ നിന്നൊന്നും ഒന്നും കിട്ടുമെന്ന് തോന്നണില്ല. അവൻ നമുക്കിട്ട് വറക്കുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. അവനോട് ഫുഡ് കൊടുക്കാൻ പോയതല്ല, കഞ്ചാവ് കൊടുക്കാൻ പോയത്. എപ്പോഴും നർക്കോട്ടിക് ഗായക കഞ്ചാവേ. എന്തെങ്കിലും ഒരു വഴിയായോ സജീറെ? ആയോ? തേങ്ങാ കൊല എന്ത് വഴിയാവാനാ? നിർമ്മല ഒന്ന് വിളിച്ചാലോ? അതിന്റെ ഇടയിൽ കൂടെ അവന്റെ ഒരു എടാ, അതിനല്ല, വിളിച്ച് കുറച്ച് കാശ് വയ്ക്കാം. വിളിക്കട്ടെ? വിളിക്കട്ടെ? എന്നാ വിളിച്ച് നോക്ക്. എടുക്കുന്നില്ല. ഒന്ന് മെസ്സേജ് അയക്ക്, ഇത് വേറെ നമ്പറല്ലേ, നീ എന്ന് പറ. തിരിച്ചു വിളിക്കുന്നു. എന്നാ പിന്നെ സാറൊന്ന് എടുക്ക്. എല്ലാം. ഹലോ, എടി വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം. ക്രിസ്റ്റിക്കാ. എടി, ക്രിസ്റ്റി ആകെ പെട്ടിരിക്കുക, അതാ പറഞ്ഞ. പ്ലീസ്, വളരെ അത്യാവശ്യമായതുകൊണ്ടാ. എത്ര കാശ് വേണം? ഒരു 3 ലക്ഷം രൂപ. 3 ലക്ഷം? എന്റെ അത്രയൊന്നും ഇല്ല. എടി, അങ്ങനെ പറയല്ലേ, വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലേ നിന്നെ വിളിച്ചേ. പ്ലീസ്. നിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് അയക്കാം. ഞാൻ അയക്കാം. ഞാനിപ്പോൾ അയക്കാം. ശരി, താങ്ക്സ്. എടാ, നിർമ്മല നമ്മൾ വിചാരിച്ച പോലെ അല്ലടാ. അവൾക്ക് നമ്മളെ സഹായിക്കുള്ളൊരു മനസ്സുണ്ട്. അതൊക്കെ എനിക്കറിയാവുന്ന. ഈശ്വര, നോക്കി. എന്റെ ദൈവമേ, ഈ വെടല എന്തുകൂടെ കാണിക്കുന്നു? എനിക്ക് ഐഡിയ എന്തോ വണ്ടി പാലാരിവട്ടം
ബാങ്ക് ATM-ൽ നിന്നും സൈറൻ അടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോയി ചെക്ക് ചെയ്യുക. അത് I ഈ repeat, കാര്യത്തില്ല, അതിനൊന്നും പാലാരിവട്ടം കനറ ബാങ്ക് ATM-ൽ SP! നിന്നും സൈറൻ അടിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ചെക്ക് ചെയ്യുക. പറടാ. അതെ, ആ കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചിരുന്നു. ഞങ്ങളത് പോയി നോക്കിട്ട് വരാം. എന്നാ സാറേ വിഷയം? ആ ATM ആരോ പാതിരാത്രി കുത്തി തുറന്നു. ഏത് ATM ആ സാറേ? ആ കാനറ ബാങ്കിന്റെ ATM. സാറേ ഞങ്ങൾ പൊക്കോളാം. ഇതിനെ വെച്ച് ഇവന്മാർക്ക് എന്താ ഇത്ര ഉത്സാഹം?